ജിസു, ഇന്ന് ആ സ്റ്റേജിൽ പാട്ട് പാടിയ പെൺകുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ബോസ്, എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുണ്ട്. എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ടാണ്. ഹർ നെയിം ഇസ് ദയ. ഷീ ഈസ് എൻ ഓർഫൻ. ഓർഫൻ? വാവ്, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എനിക്ക് അവളെ വേണം. അവളെ ഞാൻ പൊക്കിയത്. ബോസ്, ബട്ട് എന്നോടൊന്നും വിചാരിക്കരുത്. എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരിയായിട്ട് പറയല്ല. അതൊരു പാവം പെങ്കൊച്ച. ബോസിന് വേണമെങ്കിൽ ആവശ്യത്തിലധികം ഗേൾസ് ക്ലബ്സിൽ നിന്ന് അവൈലബിൾ ആണല്ലോ. ആ പെൺകുട്ടിയെ വിട്ടേക്ക് പ്ലീസ് ബോസ്. പറയുന്നതനുസരിച്ചാൽ മതി. ഐ വാണ്ട് ഹർ അറ്റ് എനി കോസ്റ്റ്. യെസ് ബോസ്. ഒച്ചവെക്കല്ലേ. താനാരാ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്? ഞാനിത് എവിടെയാ? ഇത് എൻ്റെ വീടാ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങളുടെ ഉദ്ദേശം എന്താ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മാനം വിട്ട് ജീവിക്കേണ്ട ആവശ്യം നീ തേക്ക് വന്നിട്ടില്ല. അടുത്തേക്ക് വന്ന കൊല്ലും ഞാൻ. ഓ ഹേയ്, കൂൾ കൂൾ ബേബി ബെയർ. ഇനി ഞാനൊന്നും ചെയ്യില്ല വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. പക്ഷേ എൻ്റെ സമ്മതമില്ലാതെ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഈ ചേച്ചിക്ക് ആരാന്ന് നീ അറിയും. കേട്ടല്ലോ? ചേച്ചിക്ക് അപ്പോ അത് ഇയാളാണോ? ഇയാൾ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നേക്കുന്നേ? ഞാനിത് തെറ്റാ ചെയ്തേ? സിസ്റ്റർ പിള്ളേരൊക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഞാനിപ്പോ എന്താ ചെയ്യാ? എവിടെ? റൂമിലുണ്ട്. നേരെ ഇത്രയായിട്ടും മാമൊന്നും കഴിച്ചിട്ടില്ല. വിളിച്ചിട്ട് വന്നില്ല. ഓക്കെ, വേഗം ഫുഡ് എടുത്ത് വയ്ക്കേ. ബേബി ബെയർ, എനിക്ക് പാനിക്കാവണ്ട. താനെന്താ ഇത്ര നേരമായിട്ടും ഒന്നും കഴിക്കാഞ്ഞേ? വാ, എഴുന്നേക്ക്, ഫുഡ് കഴിക്കാൻ പോവാം. എനിക്ക് വേണ്ട. എനിക്ക് വീട്ടിൽ പോയാൽ മതി. എനിക്ക് വീട്ടിൽ പോകണം. എന്നെ വീട്ടിൽ വിടോ പ്ലീസ്? വാശി പിടിക്കല്ലേ ബേബി ബെയർ. പറഞ്ഞല്ലേ പറ്റില്ലെന്ന്. വാ, ഫുഡ് കഴിക്കാം. എഴുന്നേക്ക്. നീ പറഞ്ഞ അനുസരിക്കില്ല അല്ലേ? പാടി ഇവിടെ.
താഴെ ഇറക്ക്. അടി. വേണ്ട, താഴെ ഇറക്ക്. താഴെ ഇറക്ക്. നീ കഴിക്കുന്നോ അതോ വേണ്ട, ഞാൻ കഴിച്ചോളാം. സിസ്റ്ററെ, എന്താ അന്ന? ഞാനിവിടെ ആകെ ആദ്യം പിടിച്ചിരിക്കുക. തേനെപ്പറ്റി ഇതുവരെയായിട്ട് ഒരു വിവരമില്ല. എന്താ കാര്യം, പറ. സിസ്റ്ററെ, ഇത് നമ്മുടെ ലെറ്റർ ബോക്സിൽ കിടന്ന് കിട്ടിയതാ. എന്താ അതിൽ എഴുതിയിരിക്കുന്നേ? വായിക്ക്. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു. എന്ത്? ഇത് ആരാ അയച്ചേക്കുന്നേ? ഇത് കർത്താവേ, അപ്പോ ഇനി ആ കൊച്ചിനെ അന്വേഷിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല സിസ്റ്ററെ. വെറുതെ അല്ല പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ട് അവന്മാര് തിരിഞ്ഞു നോക്കാതെ. എന്റെ കർത്താവേ, എന്റെ കൊച്ചിനൊന്നും വരുത്തല്ലേ. ഞാൻ നേരത്തെ ഇറങ്ങുക. തേയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. ഞാൻ വരാൻ വൈകും. ഓക്കെ സർ. ആ, മോൾ എഴുന്നേറ്റോ? വാ, വന്നിരിക്കെ, ഫുഡ് വിളമ്പിത്തരാം. എനിക്ക് ഫുഡൊന്നും വേണ്ട ചേച്ചി. എനിക്ക് വീട്ടിൽ പോണം. പൊക്കോട്ടെ. മോളെ, വിഷമിക്കല്ലേ. എനിക്ക് നിന്നെ സഹായിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നിസ്സഹായ. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും. എൻ്റെ മോൾക്കും നിൻ്റെ അതേ പ്രായമാണ്. എനിക്ക് നല്ല വിഷമമുണ്ട് നിൻ്റെ അവസ്ഥയോർത്ത്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുഞ്ഞ്. അങ്ങനെ പറയല്ലേ ചേച്ചി, പ്ലീസ്. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാൽ പ്ലീസ്. മോളെ, ഞാൻ പറയാം. പക്ഷെ ഞാനാ ഇത് പറഞ്ഞേന്ന് ആരോടും നീ പറയരുത് കേട്ടോ. ഇല്ല ചേച്ചി, പറ. കുഞ്ഞെ, രാത്രി 7 മണിയാവുമ്പോൾ ഇവിടെയുള്ള ആണുങ്ങളൊക്കെ ജയിച്ചയ്ക്ക് കൂട്ടാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലും. ആ സമയം ഇവിടെ ആകെ 2 സെക്യൂരിറ്റി ഗാർഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് ഫ്രണ്ടിലും മറ്റൊന്ന് ബാക്കിലും. ആ സമയം മോൾക്ക് സൈഡിലെ ഗേറ്റ് വഴി രക്ഷപ്പെടാം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇതന്നെ കറക്റ്റ് സമയം. ആരുണ്ടാവില്ലേ? ദൈവമേ, ചേച്ചി എവിടെ പോകാൻ മിസ്റ്റർ?